പെണ്ണെന്നുകൂടി ഓർക്കാതെ അവർ വീട്ടിൽ നിന്നും പാതിരാത്രി ഇറക്കിവിട്ടു. കരഞ്ഞുകൊണ്ട് അമേരിക്കൻ യാത്രയിലെ ദുരനുഭവം തുറന്നു പറഞ്ഞ് പ്രമുഖ മലയാളി വ്ലോഗർ. യൂട്യൂബിലെ പ്രമുഖ മലയാളി വ്ലോഗറാണ് ബാക്ക് പാക്കർ അരുണിമ. സോളോ ട്രാവൽ കണ്ടന്ററാണ് താരം. നിരവധി രാജ്യങ്ങൾ സന്ദർശിക്കാൻ പോവുകയും അവിടുത്തെ സംസ്കാരവും കൾച്ചറുമെല്ലാം ജനങ്ങളിൽ എത്തിക്കുകയും ചെയ്യുന്ന അരുണിമ യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും സജീവമാണ്. അതുപോലെ ഓരോ രാജ്യത്ത് പോകുമ്പോൾ അവർ നേരിടുന്ന പ്രശ്നങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളിലൂടെയും യൂറോപ്യൻ രാജ്യങ്ങളിലൂടെയും എല്ലാം ലിഫ്റ്റ് ചോദിച്ചും ട്രെയിനിലും ബസ്സിലുമൊക്കെയായി യാത്ര ചെയ്യുന്ന അരുണിമ സ്വപ്നത്തിന് പിറകെ മാത്രമേ പോകാവൂ എന്നാണ് ആവർത്തിച്ചു പറയുന്നത്. എന്നാൽ ഇപ്പോൾ ഏറ്റവും പുതിയ വീഡിയോയിൽ പൊട്ടിക്കരയുകയാണ് അരുണിമ. യുഎസിൽ നേരിടേണ്ടി വന്ന ദുരനുഭവം തുറന്നു പറഞ്ഞ് വ്ലോഗറായ മലയാളി യുവതി രംഗത്തെത്തിയത്. പാതിരാത്രി 12 മണിക്ക് തന്നെ ഇറക്കി വിട്ടുവെന്നാണ് അരുണിമ പറയുന്നത്. ഒരു പെണ്ണെന്നുകൂടി ഓർക്കാതെയാണ് അവർ ഇങ്ങനെ പെരുമാറിയതെന്നും പെൺകുട്ടി വീഡിയോയിൽ കരഞ്ഞു പറയുന്നു. സുഹൃത്തിന്റെ വീട്ടിലാണ് താമസിച്ചിരുന്നതെന്നും ഇയാളുടെ കൊച്ചുമക്കളാണ് ഇറക്കി വിട്ടതെന്നും അരുണിമ പറഞ്ഞു. 6 ഡിഗ്രി തണുപ്പിൽ പാതിരാത്രി നടുറോഡിൽ നിൽക്കുകയാണെന്നും കരഞ്ഞുകൊണ്ട് അരുണിമ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം വൈറലാണ്. 2 ദിവസമായി ഞാൻ അയാളുടെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. യുഎസിലെത്തിയ എന്നെ എയർപോർട്ടിൽ നിന്ന് വിളിച്ചതും അയാളായിരുന്നു. അയാളുടെ മക്കളുടെ മക്കളുമാണ് ഇവിടെ താമസിക്കുന്നത്. അയാൾ തന്നെ വലിഞ്ഞുകയറി വന്ന് താമസിക്കുന്ന പോലെയാണ് ഇവിടെ താമസിക്കുന്നത്. പക്ഷേ അത് എനിക്കറിയില്ലായിരുന്നു. എന്നോട് വന്ന് സ്നേഹത്തോടെ വീട്ടിൽ താമസിക്കാമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചപ്പോൾ ഞാൻ ഇവിടെ വന്ന് താമസിച്ചു. എൻ്റെ വീഡിയോകൾ കാണുന്നവർക്കറിയാം, എന്നെ സ്നേഹത്തോടെ വിളിക്കുന്നവരുടെ വീടുകളിൽ ഞാൻ താമസിക്കാറുണ്ട്. അമേരിക്കയിൽ വന്ന് 2ാമത്തെ ദിവസമാണിന്ന്. 2ാമത്തെ ദിവസം തന്നെ ഇങ്ങനെ സംഭവിക്കുമെന്ന് വിചാരിച്ചില്ല. എന്നെ എയർപോർട്ടിൽ നിന്ന് കൂട്ടിയതും ന്യൂയോർക്ക് സിറ്റി കറക്കിയതുമൊക്കെ അയാളായിരുന്നു. ഭയങ്കര പാവമായിരുന്നു. എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു. പക്ഷേ ആളുടെ മക്കളും കൊച്ചുമക്കളും അയാളെ ട്രീറ്റ് ചെയ്യുന്നത് അങ്ങനെയല്ല എന്ന് അരുണിമ പറയുന്നു. ചിലപ്പോൾ അമേരിക്കയിലെ കൾച്ചർ ഇങ്ങനെയായിരിക്കും. ഇവിടെ ജനിച്ചു വളർന്ന മലയാളികളുടെ കൾച്ചറും ഇങ്ങനെയായിരിക്കും. എന്നെ ഇറക്കി വിട്ടതല്ല എനിക്ക് വിഷമം. ആ പുള്ളിക്കാരൻ അത്ര സ്നേഹത്തോടെയാണ് എന്നോട് സംസാരിച്ചിരുന്നത്. 70 വയസ്സായി ആൾക്ക്. എന്നെ ന്യൂയോർക്കെല്ലാം കറക്കാൻ കൊണ്ടുപോയി. ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്ന് പറഞ്ഞിട്ടും എൻ്റെ കൂടെ വന്നു. സ്വന്തം മകളുടെ വീട്ടിൽ ഇങ്ങനെയാണ് ആൾ നിൽക്കുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. 4 വർഷമായി എനിക്കറിയാവുന്ന ആളാണ്. ഞാൻ യുഎസിൽ വരുന്നതിന് മുമ്പേ വിസ കൊടുക്ക്, എന്നാ യുഎസിലേക്ക് വരുന്നതെന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരു പാവം പുള്ളിയായിരുന്നു. സ്വന്തം കൊച്ചുമക്കൾ അച്ചാച്ചനോട് ഇങ്ങനെയാണ് കാണിക്കുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു എന്നാണ് അരുണിമയുടെ വാക്കുകൾ.